ഹലോ മക്കളെ, നമ്മളുടെ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളുടെ ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ വേഗം നമുക്ക് ഗാൽവാനിക് സെല്ലിനെ കുറിച്ചൊന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഗാൽവാനിക് സെൽ എന്ന് പറയുമ്പോൾ എന്ത് തരം എനർജിയുടെ കൺവേർഷൻ ആണ് അവിടെ ടേക്സ് പ്ലേസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്, ഈ ഒരു സെല്ലിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത് നമുക്കറിയാം. റിഡോക്സ് റിയാക്ഷൻ ആണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത് അല്ലേ. എന്ത് റിയാക്ഷൻ ആണ് നടക്കുന്നത്? റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് രാസപ്രവർത്തനമാണ് ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് റിയാക്ഷൻസ് ആണ് സൈമൾട്ടേനിയസ് ആയിട്ട്, അതായത് ഒരേ സമയം നടക്കുന്നത്. ഏതൊക്കെ റിയാക്ഷൻസ് ആണ്? ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ റിഡക്ഷനും നടക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഓക്സീകരണവും അതേപോലെ തന്നെ നിരോക്സീകരണവും. ഓക്കെ, ഈ രണ്ട് റിയാക്ഷൻസും ഒരുമിച്ച് ടേക്സ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റിഡോക്സ് റിയാക്ഷൻസ് വഴി ഏതോ ഒരു എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാൽവാനിക് സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ പല പല പേരുകൾ ഉണ്ടാവും അല്ലേ. നമുക്ക് സ്കൂളിലൊരു പേരുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേര്, അങ്ങനെ നമുക്ക് പല പല പേരുകളുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ പല 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 പേരുകൾ ആരറിയപ്പെടുന്നുണ്ട്? നമ്മളുടെ ഗാൽവാനിക് സെൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ പേരുകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് ഓർമ്മ വേണം ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഗാൽവാനിക് സെല്ലിനെയാണെന്ന്. അപ്പോൾ അതേ ഗാൽവാനിക് സെൽ എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വോൾട്ടായിക് സെൽ. എന്താണ്? വോൾട്ടായിക് സെൽ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഗാൽവാനിക് സെൽ, വോൾട്ടായിക് സെൽ. അതേപോലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെൽ. ഓക്കെ, അപ്പോൾ ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആരെന്നെയാണ്? നമ്മളുടെ ഗാൽവാനിക് സെല്ലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ചിലപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഗാൽവാനിക് സെൽ തന്നെയാണെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ എന്ത് തരം എനർജി കൺവേർഷൻ ആണ് ഈ ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ. അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് തിരിച്ചെഴുതാം. എന്താണ്? കെമിക്കൽ ആദ്യം എഴുതുന്നു, ഇലക്ട്രിക്കൽ രണ്ടാമത് എഴുതുന്നു. കെമിക്കൽ ആദ്യം എഴുതുന്നു, ഇലക്ട്രിക്കൽ എന്ത് ചെയ്തു? രണ്ടാമത് എഴുതി. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ ഗാൽവാനിക് സെല്ലിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ എനർജിയെ, അതായത് രാസോർജത്തെ, കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? രാസോർജത്തെ എന്ത് ഊർജമാക്കിയാണ് മാറ്റുന്നത്? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്ത് തരം എനർജി കൺവേർഷൻ ആണ് നമ്മളുടെ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നതെന്ന്? ഇലക്ട്രോ കെമിക്കൽ എന്നാണ്. അപ്പോൾ ഒന്ന് തിരിച്ചെഴുതുക, രണ്ടാമത്തെ ആളെ ആദ്യം എഴുതുക എന്നൊന്ന് ഓർക്കുക. അപ്പോൾ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുക എങ്ങനെ? ബൈ മീൻസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ അല്ലേ. റിഡോക്സ് റിയാക്ഷൻസ് വഴി ഈ ഒരു എനർജി കൺവേർഷൻ നടത്തുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാൽവാനിക് സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഗാൽവാനിക് സെല്ലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ പഠിക്കാനുണ്ട്. ആനോഡ്, കാഥോഡ്, ആനോഡിൻ്റെ ചാർജ് എന്ത്, കാഥോഡിൻ്റെ ചാർജ് എന്ത്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മിസ് പറഞ്ഞ കാര്യം ഇപ്പോൾ ഒന്ന് ഞാൻ വായിച്ചു തരാം. ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ ഈസ് an arrangement in which chemical energy is converted into electrical energy by means of redox reaction. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണമാണ് ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എപ്പോഴും പഠിക്കുന്നത് ദേ ഈ കാണുന്ന ഒരു സെല്ലാണ്, നമ്മളെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു സെല്ലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ദേ നമ്മുടെ കയ്യിൽ ഒരു സിങ്ക് റോഡും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കോപ്പർ റോഡും ഉണ്ട് ഇല്ലേ. അപ്പോൾ ആ ഇലക്ട്രോഡുകളെ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു മെറ്റൽ പ്ലേറ്റുകളെ നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ആ സിങ്ക് റോഡിനെയും കോപ്പർ റോഡിനെയും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ സിങ്ക് റോഡിനെ നമ്മൾ ഇതേ സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോപ്പർ റോഡിനെ നമ്മൾ ഇവിടെ കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൻ്റെ അറേഞ്ച്മെന്റ് ആയില്ല. പിന്നെ എന്തുകൂടി വേണം? ഈ രണ്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ഇവിടെ ആരെ വെച്ചിട്ടുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
ഇത്രയും മതിയോ? പോരാ അല്ലെ. ഇനി നമ്മളുടെ ഇലക്ട്രോഡ്സ് തമ്മിൽ ഒരു കണക്ഷൻ വേണ്ടേ? ആ ഇലക്ട്രോഡ്സ് തമ്മിലുള്ള കണക്ഷൻ വരാൻ വേണ്ടി നമ്മളിതേ ഒരു മെറ്റാലിക് വയറൊക്കെ യൂസ് ചെയ്തിട്ട് അവരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളിതേ ഒരു വോൾട്ട് മീറ്ററും എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജനറൽ ആയിട്ട് ഒരു ഗാൽവാനിക് സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, 2 പേരെയും അവരുടെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ 2 റോഡുകളെയും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു വോൾട്ടായിക് സെൽ, നമ്മളുടെ വോൾട്ട് മീറ്ററോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ കറണ്ടിൻ്റെ ഫ്ലോയും അതുപോലെ കറണ്ട് ഫോം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ 2 സൊല്യൂഷൻസ് തമ്മിൽ ഒരു കണക്ഷൻ വേണം അല്ലേ. അപ്പം അതിന് വേണ്ടി നമ്മളൊരു സാൾട്ട് ബ്രിഡ്ജ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാൽവാനിക് സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, നമുക്ക് 2 തരം ഇലക്ട്രോഡ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏതൊക്കെ ഇലക്ട്രോഡ്സാണ് നമുക്കുള്ളത്? ആനോഡും ഉണ്ട്, അതേപോലെ തന്നെ കാഥോഡും ഉണ്ട്. ഏതൊക്കെ ഇലക്ട്രോഡ്സ് ആണ് നമുക്കുള്ളത്? ആനോഡും ഉണ്ട്, അതേപോലെ തന്നെ കാഥോഡും ഉണ്ട് അല്ലേ. അപ്പോൾ ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ് എന്നുള്ള കാര്യം നമുക്കറിയണം. ആനോഡിൻ്റെ ചാർജ് എന്താണ്, കാഥോഡിന്റെ ചാർജ് എന്താണെന്ന് അറിയണം. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണോ അതോ കാഥോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നതെന്ന് അറിയണം. ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കോഡ് ഉണ്ട്. ആ കോഡ് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ലോൺ എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ വീട്ടിലാണെങ്കിലും നിങ്ങൾ ലോൺ എന്ന് പറയുന്ന ആ ഒരു വേർഡൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. വീട്ടിൽ ഇങ്ങനെ പറയില്ലേ, ലോൺ എടുക്കേണ്ട കാര്യമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ലോൺ എന്ന് പറയുന്ന ആ ഒരു കോഡ് യൂസ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ലെഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് അല്ലേ. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? ആനോഡിലാണ്. ഓക്സിഡേഷൻ എപ്പോഴും ടേക്സ് പ്ലേസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ആനോഡിലായിരിക്കും കേട്ടോ, ആനോഡിലാണ്. അപ്പോൾ ഇവിടെ ആനോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. നമ്മുടെ ഗാൽവാനിക് സെല്ലിൽ ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം കിട്ടിയല്ലോ. ലോസ് ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നു. ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിഡക്ഷനിൽ വരിക. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക? റിഡക്ഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ടാവുക? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആവും അല്ലേ, റൈറ്റ് ആയിരിക്കും. അതുപോലെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ നടക്കുന്നത്. റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതാരായിരിക്കും? ആനോഡ് തന്നെയായിരിക്കും? അല്ല, അതാരാണ്? കാഥോഡ് ആയിരിക്കും. നമ്മൾ ആനോഡ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മളുടെ കാഥോഡിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം ലോൺ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അത് എഴുതാൻ കിട്ടുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം റിയാക്ടിവിറ്റി സീരീസിൽ സിങ്കിനാണോ കോപ്പറിനാണോ റിയാക്ടിവിറ്റി കൂടുതലുള്ളത്? ആർക്കാണ്? സിങ്കിനാണ് അല്ലേ. സിങ്കിനാണ് എന്ത് കൂടുതലുള്ളത്? റിയാക്ടിവിറ്റി കൂടുതലുള്ളത്. കോപ്പർ എന്ന് പറയുന്നത് ആ സീരീസ് നോക്കിയാൽ മനസ്സിലാവും, താഴെ വരുന്ന ആളാണ് അല്ലേ. അപ്പം റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ്. അപ്പം എപ്പോഴും ആലോചിച്ച് വെക്കാം, റിയാക്ടിവിറ്റി കൂടിയ ആളുണ്ടായിരിക്കുമല്ലോ. റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലത കൂടിയ ആള്, കൂടിയത് എന്ന് കാണിക്കാനാണ് മുകളിലേക്ക് ആരോ ഇട്ടിട്ടുള്ളത്. അപ്പൊ കൂടിയ ആളെയാണ് നമ്മൾ എപ്പോഴും ആനോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. റിയാക്ടിവിറ്റി കൂടിയ ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ആനോഡായിട്ട് കൺസിഡർ ചെയ്യുക. റിയാക്ടിവിറ്റി കുറഞ്ഞ ആള്, റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലത കുറഞ്ഞ ആളെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? കാഥോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആരെയാണ് ആനോഡ്? അപ്പോൾ തന്നിരിക്കുന്ന ആ 2 ഇലക്ട്രോഡ്സ് നോക്കി റിയാക്ടിവിറ്റി കൂടിയ ആളെ നിങ്ങൾ ആനോഡായിട്ട് എടുക്കണം, റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെ നിങ്ങൾ കാഥോഡായിട്ട് എടുക്കണം. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക, കാഥോഡിൽ റിഡക്ഷനുമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ടേക്സ് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി കൂടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ സിങ്കിനെ ഞാൻ ആനോഡായിട്ടാണോ കാഥോഡായിട്ടാണോ എടുക്കണ്ടേ? ആരായിട്ടാ? റിയാക്ടിവിറ്റി കൂടിയ ആളാണെങ്കിൽ നമ്മൾ ഉറപ്പായും എന്തായിട്ട് എടുക്കണം? ആനോഡായിട്ടാണ് സിങ്കിനെ എടുക്കേണ്ടത്. എന്നാൽ ഞാൻ കോപ്പറിനെ എടുത്തു, കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്. റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ ഞാൻ എന്തായിട്ടാണ് എടുക്കേണ്ടത്? കാഥോഡായിട്ടാണ് എടുക്കേണ്ടത്.
ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ, ഈ ഒരു കാര്യം ക്ലിയർ ആയില്ലേ? ഇനി ഇതിൽ നടക്കുന്ന റിയാക്ഷൻസ് നമുക്ക് എഴുതണം അല്ലെ. നമ്മളുടെ ആനോഡ് ആയിട്ടുള്ള സിങ്കിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സിങ്കിൽ എന്താ നടക്കണ്ടേ? എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, അതായത് ഓക്സിഡേഷൻ ആണ് സിങ്കിൽ നടക്കേണ്ടത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് സിംഗിൾ ഇലക്ട്രോൺ ലൂസ് ആവുന്നത്? സിങ്ക് എന്തായിട്ട് മാറും? Zn2+ ആയിട്ട് മാറും. 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? ലൂസ് ചെയ്തു. അപ്പൊ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആരോയ്ക്ക് ശേഷമാണ് ആ ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ഇലക്ട്രോണിന്റെ ഗെയിൻ ആണെങ്കിൽ ആ പ്ലസിന്റെ കൂടെ നമ്മൾ എഴുതണം. ഇലക്ട്രോണിനെ ലൂസ് ആണ് ചെയ്തതെങ്കിൽ ഈ ഗീവ്സിന് ശേഷമാണ് ആ ഇലക്ട്രോൺസിനെ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ സിങ്ക് എന്തായിട്ട് മാറി? 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് സിങ്ക് 2+ ആയിട്ട് മാറി. ഇതാണ് അവിടെ നടക്കുന്ന ഓക്സിഡേഷൻ. ഇനി ഇവിടെ നടക്കുന്ന റിഡക്ഷൻ എങ്ങനെയാ നമ്മൾ എഴുതുക? റിഡക്ഷൻ എങ്ങനെയാണ്? നമ്മളുടെ കോപ്പറിനാണ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ നടക്കുന്നത്, അതായത് റിഡക്ഷൻ നടക്കുന്നത്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളുടെ സൊല്യൂഷന്റെ ഉള്ളിലുള്ള Cu2+ അയോണുകൾ, അതായത് നമ്മുടെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cu2+ അയോണുകളും അതുപോലെ SO4 അയോണുകളും ചേർന്നിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സൊല്യൂഷന്റെ ഉള്ളിലുള്ള Cu2+ അയോണുകൾ ഈ സിങ്കിൽ നിന്നും വന്നിട്ടുള്ള 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, ആ 2 ഇലക്ട്രോൺസിനെ മേടിച്ച് എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായി മാറി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. മൊത്തത്തിൽ അവിടെ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് എഴുതണം. അപ്പൊ എങ്ങനെയാണ്? സിങ്ക് ഗീവ്സ് Zn2+ + 2 ഇലക്ട്രോൺ, അതേപോലെ തന്നെ Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇനി ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരേപോലെയുള്ള ആളുകളെയൊക്കെ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുക അല്ലെ. അതായത് ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. ആ രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? നമ്മളുടെ ഇക്വേഷൻ Zn + Cu2+ ഗീവ്സ് Zn2+ + Cu. അപ്പൊ ഇതാണ് ആ ഒരു സിങ്കിന്റെയും കോപ്പറും യൂസ് ചെയ്തുകൊണ്ടുള്ള നമ്മളുടെ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ സിങ്കും കോപ്പറും തന്നെ ചോദിക്കണമെന്നില്ല, നമുക്ക് ആര് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ച ആൾക്കാരാണ്, സോ ആര് വേണമെങ്കിലും ആനോഡായിട്ടും കാഥോഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ചിലപ്പോൾ നമ്മളോട് ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. അതേപോലെ തന്നെ അതിൽ ആനോഡ് ആരാ കാഥോഡ് ആരാ എന്ന് ചോദിക്കും. ആനോഡിലെ റിയാക്ഷൻ എന്താ, കാഥോഡിലെ റിയാക്ഷൻ എന്താ, റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്, ആ ഒരു സെല്ലിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ എന്താണ്, ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്, ഇതെല്ലാം എല്ലാ തവണയും എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ തരാം, അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് എഴുതിയിടാൻ നോക്കുക. നമ്മളിതേ മഗ്നീഷ്യവും അതേപോലെ തന്നെ കോപ്പറും എടുക്കാമെന്ന് വിചാരിച്ചോ. ഇതിൽ ആരെയാണ് ഞാൻ ആനോഡായിട്ട് എടുക്കേണ്ടത്, ആരെയാണ് ഞാൻ കാഥോഡായിട്ട് എടുക്കേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്, മഗ്നീഷ്യം ആണോ കോപ്പർ ആണോ എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്താൽ മതി? താഴെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടാൽ മതി. അപ്പോൾ മിസ്സുമാർ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.